ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെട്ടിരുന്ന അഭിവന്യ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള കർത്താവിന്റെ തിരുവചനപ്രകാരം കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിന് വേണ്ടി അധ്വാനം ചെയ്യുകയും സർവ്വലോകത്തെയും ഒരുമിച്ച് നിർത്തുകയും ചെയ്യുവാൻ വളരെയധികം ജാഗ്രത പുലർത്തിയതായിട്ടുള്ള വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിൽ കാണും എന്നുള്ള വലിയ പ്രത്യാശയോടെ യാത്ര അയക്കുമ്പോൾ വേദന അനുഭവിക്കുന്ന ദുഃഖാർത്തരായിരിക്കുന്ന ആഗോള കത്തോലിക്ക സഭയോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ സഭകളും അതോടൊപ്പം തന്നെ ലോക ജനതയും ഒന്നു ചേരുന്നു, പങ്കുചേരുന്നു. കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനിയിൽ കർത്താവിനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം നമ്മളും കാണപ്പെടുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മാർപ്പാപ്പയെ യാത്ര അയക്കാം.